നമസ്കാരം. ഇന്ന് മെയ് 18. ഇന്ന് സാക്ഷാൽ ബുധന്റെ അനുഗ്രഹത്താൽ ഞാൻ ഈ പരാമർശിക്കുന്ന രാശിക്കാരുടെ ജീവിതത്തിൽ ഭാഗ്യം ആരംഭിക്കുന്ന അല്ലെങ്കിൽ മഹാഭാഗ്യം തേടിയെത്തുന്ന ദിവസമാകുന്നു. ജീവിതത്തിൽ പല കാര്യങ്ങളിലൂടെയും ഇവർക്ക് ധനപരമായ നേട്ടങ്ങൾ വന്ന് ചേരുവാൻ സാധ്യത കൂടുതലുള്ള സമയമാകുന്നു. പ്രധാനമായും 3 രാശിക്കാർക്ക് 9 നക്ഷത്രക്കാർക്കാണ് ഈ സൗഭാഗ്യങ്ങൾ ഇന്നേ ദിവസം തേടിയെത്തുക. ഒരു ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ആ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ അറിയാം. ഏവരും ഒരു നിമിഷം സാക്ഷാൽ മഹാലക്ഷ്മി ദേവിയെ വന്ദിക്കുക. ഓ മഹാലക്ഷ്മിയെ നമ എന്ന് കമന്റ് ബോക്സിൽ ഏവരും രേഖപ്പെടുത്തുക. ആദ്യത്തെ രാശിയായി പരാമർശിക്കുവാൻ സാധിക്കുന്നത് ഇടവം രാശി. ഇടവം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് കാർത്തിക, രോഹിണി, മകേരം എന്നീ നക്ഷത്രക്കാർ. അനുകൂലമായ പല മാറ്റങ്ങളും ഇവരുടെ ജീവിതത്തിലേക്ക് ഈ സമയം കടന്ന് വരിക തന്നെ ചെയ്യും. ലോട്ടറി ഭാഗ്യം പോലുള്ള കാര്യങ്ങൾ പോലും ഇന്നേ ദിവസം ഇവരെ തേടിയെത്തുവാനുള്ള സാധ്യതകൾ പോലും കൂടുതലാകുന്നു. അത്തരത്തിൽ കാര്യങ്ങൾ അനുകൂലമായി തീരാം. പ്രതീക്ഷിക്കാതെ തന്നെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ അനുകൂലമാവുക, ലഭിക്കേണ്ടതായ ചില കാര്യങ്ങൾ അപ്രതീക്ഷിതമായി ജീവിതത്തിലേക്ക് കടന്നു വരിക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. സാമ്പത്തികപരമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ തന്നെയാണ് നിങ്ങൾ. പല ആവശ്യങ്ങൾക്കുമുള്ള ധനം ലഭിക്കാത്തതായ സാഹചര്യം പോലും ജീവിതത്തിലുണ്ട്. അതിൽ മാറ്റം കടന്നു വരണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ. അല്ലെങ്കിൽ പണം, ധനപരമായ ചില കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്നതും വാസ്തവമാണ്. അത്തരത്തിൽ നിങ്ങൾക്ക് വന്നു ചേരേണ്ടതായ ധനം, പണം ലഭിക്കാനുള്ള സാധ്യതകൾ ഒരല്പം കൂടുതലാകുന്നു. കടബാധ്യതകളുമായി ബന്ധപ്പെട്ടും ചില പ്രശ്നങ്ങളുണ്ട്. അത്തരത്തിൽ വന്നു ചേർന്നിരിക്കുന്നതായ ചില പ്രശ്നങ്ങളെ തരണം ചെയ്യാനും മുന്നോട്ട് പോകുവാനും സാധിക്കുന്ന സാഹചര്യം തന്നെയാണ് കടന്നു വരിക. അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ വന്നു ചേരുക, പ്രതീക്ഷിക്കുന്നതായ പല കാര്യങ്ങളും കൈകളിലേക്ക് വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. ശുഭകരമായ ചില വാർത്തകൾ, പ്രത്യേകിച്ചും സന്തോഷം പകരുന്നതായ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് കേൾക്കുവാൻ സാധിച്ചു എന്ന് വരാം. നിങ്ങളെ പോലും അത്ഭുതപ്പെടുത്തുന്നതായ ചില കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകളും കൂടുതൽ തന്നെയാകുന്നു. ആഗ്രഹിക്കുന്നതായ ചില വ്യക്തികളെ കണ്ടുമുട്ടുവാനുള്ള സാധ്യത അല്ലെങ്കിൽ കാണുവാനുള്ള സാധ്യത ഈ സമയം കൂടുതലാകുന്നു. ഇത്തരത്തിൽ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അനുകൂലമായി തീരാവുന്ന സാഹചര്യം തന്നെയാണ് വന്നു ചേരുക. എന്നാൽ ഈ സമയം പ്രധാനമായും എടുക്കുന്ന തീരുമാനങ്ങളിൽ അല്പം ശ്രദ്ധ പുലർത്തുകയും ചില വ്യക്തികളുടെ ഉപദേശം മാത്രം കേട്ട് മുന്നോട്ട് പോകുന്നതായ സാഹചര്യത്താൽ, അതായത് നിങ്ങൾ വ്യക്തമായി ചിന്തിക്കാതെ മുന്നോട്ട് പോകുന്നതിനാൽ ചില അബദ്ധങ്ങൾ, ധനപരമായ നഷ്ടങ്ങൾ കടന്നു വരാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. അത്തരം ചില കാര്യങ്ങളും ജീവിതത്തിലേക്ക് വന്നു ചേരാം. അതിനാൽ ശ്രദ്ധയോടെ തന്നെ നിങ്ങൾ മുന്നോട്ട് പോകുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ചിങ്ങം രാശി. ചിങ്ങം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് മകം, പൂരം, ഉത്രം എന്നീ നക്ഷത്രക്കാർ. ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ, പ്രതീക്ഷിക്കാതെ തന്നെ ചില നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ കടന്നു വരും എന്ന് തന്നെ അർത്ഥമാക്കാം. സാമ്പത്തികപരമായ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. സാമ്പത്തികപരമായ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീർന്നു എന്ന് വരാം. പ്രതീക്ഷിക്കാതെ തന്നെ ചില വ്യക്തികളുമായി ബന്ധപ്പെട്ട് ധനപരമായ ലാഭം നിങ്ങൾക്ക് തേടിയെത്താം. അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതായ ധനം ഉണ്ടായി എന്ന് വരാം. അതായത് നിങ്ങൾക്ക് വളരെ ആവശ്യമുള്ള ധനം ലഭിക്കാനുള്ള സാധ്യതകൾ അല്ലെങ്കിൽ പുതിയ വഴികൾ കണ്ടെത്തുക തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് സംഭവിക്കാവുന്നതാകുന്നു. പല കാര്യങ്ങളും ആലോചിച്ച് സമാധാനം നഷ്ടപ്പെട്ടിരിക്കുന്നതായ സാഹചര്യമുണ്ട്. അതിൽ മാറ്റങ്ങൾ വന്നു ചേരും. സന്തോഷം, സമാധാനം ജീവിതത്തിലേക്ക് വന്നു ചേരാം. ഏറ്റെടുത്തതായ പല കാര്യങ്ങളും പൂർത്തീകരിക്കുക, അതുമായി ബന്ധപ്പെട്ട് പ്രശംസ, അംഗീകാരങ്ങൾ, സന്തോഷകരമായ നിമിഷങ്ങൾ
ജീവിതത്തിലേക്ക് വന്നു ചേരാം. കുടുംബവുമായി ബന്ധപ്പെട്ടോ സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടോ ചില തർക്കങ്ങൾ നിങ്ങൾക്കുണ്ട്. അത്തരത്തിലുള്ള തർക്കങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒരു പരിധിവരെ ഒഴിവായി പോകുന്ന സാഹചര്യങ്ങൾ തന്നെ വന്നു ചേരാം. ഭാഗ്യം പല കാര്യങ്ങളിലും തുണയ്ക്കുന്നതായ സാഹചര്യം പോലുമുണ്ട്. എന്നാൽ ഇപ്പോൾ അനുഭവിക്കുന്നതായ പ്രയാസങ്ങൾക്കുള്ള ചില ഉത്തരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യതകൾ ഈ സമയം കൂടുതലാകുന്നു. ചില വ്യക്തികളുടെ വാക്ക് കേട്ട് പ്രവർത്തിക്കുന്നത് മൂലം നഷ്ടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ ഇന്നേ ദിവസമുണ്ട്. അത് ചില വിഷമകരമായ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ മാനനഷ്ടം, അത്തരം ചില കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. അഥവാ വളരെയധികം വിഷമങ്ങൾക്ക് കാരണമായി തീരാം. അതിനാൽ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും വളരെയധികം ശ്രദ്ധ ഈ സമയം പുലർത്തേണ്ടത് അനിവാര്യമാകുന്നു. പൊതുവിൽ ധനപരമായ കാര്യങ്ങൾ അനുകൂലമാവുക, തൊഴിൽപരമായോ ബിസിനസ് പരമായോ അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതായ സമയമാകുന്നു. ഈ സമയം മുൻപ് പരാമർശിച്ച കാര്യങ്ങൾ ശ്രദ്ധിച്ച് തന്നെ നിങ്ങൾ മുന്നോട്ട് നീങ്ങുക. മീനം രാശി. മീനം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രക്കാർ. ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പല രീതിയിലുള്ള മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് വന്ന് ചേരേണ്ടത് അനിവാര്യമായി ഇരിക്കുന്ന സാഹചര്യമാണ്. ധനപരമായ കാര്യങ്ങളിൽ നിങ്ങളത് പ്രതീക്ഷിക്കുന്നുമുണ്ട്. കാരണം ധനം ആവശ്യമായ സമയമാണ്. എന്നാൽ പ്രതീക്ഷിക്കുന്നത് പോലെ കൈകളിലേക്ക് വന്ന് ചേരാത്തതായ സാഹചര്യം നിങ്ങൾക്കുണ്ട്. എന്തുകൊണ്ട് ഇപ്രകാരം സംഭവിക്കുന്നു എന്ന് പോലും നിങ്ങൾക്ക് സംശയങ്ങളുണ്ട്, വിഷമങ്ങളുണ്ട്. കാരണം പല കാര്യങ്ങളിലൂടെയും ലഭിക്കേണ്ടതായ ധനം കാലതാമസം നേരിടുന്നതായ സാഹചര്യമുണ്ട്. എന്നാൽ ഇന്നേ ദിവസം ആവശ്യങ്ങൾക്കുള്ള ധനം ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ആവശ്യങ്ങൾക്കുള്ള ധനം കൈകളിലേക്ക് വന്നു ചേരാം. കൂടാതെ ഇന്നേ ദിവസം പ്രത്യേകിച്ചും ജീവിതത്തിൽ മികച്ച ദിവസമായി തന്നെ മാറുവാൻ സാധിക്കുന്ന ചില കാര്യങ്ങൾ സംഭവിച്ചു എന്ന് വരാം. തൊഴിൽപരമായുള്ള ശ്രമങ്ങൾ വിജയിക്കുക, തൊഴിൽ ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങൾ വന്നു ചേരാം. ധനപരമായ നേട്ടങ്ങൾക്കുള്ള അവസരങ്ങൾ വന്നു ചേരാം. ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം കൈകളിലേക്ക് വന്നു ചേരുക, ആഗ്രഹ സാഫല്യങ്ങൾ വന്നു ചേരുക, ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നതായ തർക്കങ്ങളോ അല്ലെങ്കിൽ പരിഹരിക്കുവാൻ സാധിക്കുന്നതായ ആ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ സമയം കൂടിയാണ് എന്ന് ഓർക്കുക. കൂടാതെ ഇന്നേ ദിവസം ദാമ്പത്യ ജീവിതത്തിൽ പ്രത്യേകിച്ചും നേട്ടങ്ങൾ, സന്തോഷകരമായ നിമിഷങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. വളരെ കാലമായി കാണാൻ ആഗ്രഹിക്കുന്നതായ വ്യക്തിയോ അല്ലെങ്കിൽ കാണണം എന്ന് വിചാരിച്ചതായ വ്യക്തിയോ കണ്ടുമുട്ടുവാനുള്ള സാധ്യതകൾ ഇന്നേ ദിവസം കൂടുതലാകുന്നു. കൂടാതെ ഇന്നേ ദിവസം ഭാഗ്യം തുണയ്ക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. ശുഭവാർത്തകൾ, സന്തോഷകരമായ നിമിഷങ്ങൾ വന്ന് ചേരുവാനുള്ള സാധ്യതകളും വളരെ കൂടുതൽ തന്നെയാകുന്നു. എന്നാൽ ധനപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അല്പം കൂടി ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ്. അതല്ല എങ്കിൽ നിങ്ങൾക്ക് ചില നഷ്ടങ്ങൾ, വിഷമകരമായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്ന് ചേർന്നു എന്ന് വരാം. കൂടാതെ വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അല്പമൊന്ന് ശ്രദ്ധ പുലർത്തുന്നതും ഉത്തമമാകുന്നു. ഇന്നേ ദിവസം ഭദ്രകാളി ദേവിയെ തൊഴുത് പ്രാർത്ഥിക്കുന്നത് നിങ്ങൾക്ക് ശുഭകരമായ ഫലം നൽകും. പ്രത്യേകിച്ചും ദേവിക്ക് പൂജിച്ചതായ അഥവാ ദേവീക്ഷേത്രത്തിലെ കുങ്കുമം അണിഞ്ഞ് ഇന്നേ ദിവസം കാര്യങ്ങളിൽ ഏർപ്പെടുന്നത് അഥവാ മുന്നോട്ട് പോകുന്നത് നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി തീരാം.